ശ്രീ ജെക്സി തോമസ് നോക്കൂ, ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, ഒരു 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 പാർട്ടിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാർക്കശ്യം, ധാർഷ്ട്യം തുടങ്ങിയതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, വലത് പക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രഹേളികയാണ്. അതിനപ്പുറത്ത് സഖാവാണ് എന്ന ചിന്തയായിരിക്കില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവുക. അല്ല, ഈ കാര്യത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചു എന്ന് കരുതപ്പെടുന്നയാളും മുഖ്യമന്ത്രിയും രണ്ടുപേരും അവരവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. വീണ്ടും പ്രസക്തമായ എന്തെങ്കിലും ഒരു പുതിയ അഭിപ്രായ പ്രകടനത്തിന് ഈ ദിവസത്തെ ചർച്ചാ വിഷയമായി ഇത് എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ അഭിപ്രായം അത് കഴിഞ്ഞു. അതായത് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ പ്രധാനപ്പെട്ട വിഷയമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കാര്യം എത്രയോ ലഘൂകരിക്കപ്പെട്ട നിലയിൽ സംസാരിച്ച് അവസാനിപ്പിക്കപ്പെട്ട വിഷയമാണ്. വീണ്ടും അതിന്മേൽ എടുത്തു വെച്ചിട്ട് ഒരു പുതിയ അഭിപ്രായ പ്രകടനം സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഇരിക്കട്ടെ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തൊട്ട് മുമ്പ് സംസാരിച്ച ആളാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കോ പാനലിസ്റ്റായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനി അദ്ദേഹം തുടർച്ചയായി ഈ പറയുന്നത് പോലെ ഇദ്ദേഹം എത്രയോ പദവികൾ അലങ്കരിച്ചിരുന്നയാളാണ്, ഈ നിലയിലാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. ആ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ തേടാനും ഒക്കെയുള്ള അവകാശം പല ഘട്ടങ്ങളിലുമുണ്ട്. പക്ഷേ അതിനുള്ള വേദിയല്ല ഒരു രാഷ്ട്രീയ പൊതുയോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ചോദ്യോത്തര പങ്ക്തിക്കായിട്ടല്ല മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ ഒരു സദസ്സിലേക്ക് എത്തുന്നത്. മറിച്ച് കഴിഞ്ഞൊരു 10 കാലയളവ് തന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത മാറ്റങ്ങൾ, ആ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും പൊതുവിൽ കേരളത്തിലും സൃഷ്ടിച്ചെടുത്ത മുന്നേറ്റങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാനാണ്. ഒരു വാർത്താ സമ്മേളനത്തിലാണ് അല്ലെങ്കിൽ ഒരു മുഖാമുഖ പരിപാടിയിലാണ് ഈ പറയുന്നത് പോലെ സമാനമായ ഒരു ചോദ്യം ഉയരുന്നതെങ്കിൽ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് സമീകരിച്ചിട്ട് മറ്റനേകം നേതാക്കന്മാരുടെ ഉദാഹരണങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോകാം. ഞാൻ ഈ ഘട്ടത്തിൽ അത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ചില പേരുകാരെ സംബന്ധിച്ച് ഇല്ലേ, വേണമെങ്കിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അനഭിമിതമായ ചോദ്യം ഉയർന്നു വന്നപ്പോൾ ഇതേപോലെ കടിപ്പിച്ച് വെച്ചിരുന്ന മൈക്കും ലേപ്പടും വലിച്ചൂരിക്കളഞ്ഞ് മാധ്യമപ്രവർത്തകനോട് ശോഭിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ സമാദരണീയനായ നേതാവ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് ഒരു പ്രതീതി നിർമ്മാണം, ഒരു പൊതുബോധ നിർമ്മാണം നിർഭാഗ്യവശാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ അത്തരം അനുഭവങ്ങളുടെ എണ്ണം മാധ്യമങ്ങളോട് കലഹിക്കുന്നതിൽ ആരും പിന്നിലല്ലോ, കടക്കുപുറത്തൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അതിപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും ആ തരത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നതനായ നേതാവ് എങ്ങനെയാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിച്ചത്? ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് വിളിച്ചില്ലേ? അപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ നിലയ്ക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പലതും കേൾക്കാറുണ്ട്. ഞാൻ എന്താണ് ശ്രീ ജെക്സി തോമസിനോട് ചോദിച്ചത്, ഒരു സാധാരണക്കാരനല്ലേ, ജനത്തിന്റെ പ്രതീകമല്ലേ, നിങ്ങൾക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തോടോ മാധ്യമപ്രവർത്തകരോടോ ഒന്നും സമീകരിക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും സാധാരണക്കാരനായ പ്രവർത്തകൻ സഖാവ് എന്ന നിലയ്ക്കായിരിക്കില്ലേ പ്രതികരിച്ചത് എന്നുള്ളതാണ് ചോദിച്ചത്. ഇപ്പൊ നോക്കൂ, അങ്ങ് പറയുന്നു ശരിയാണ്, അനൗചിത്യമുണ്ട്, തർക്കമില്ല നമ്മൾ തമ്മിൽ അതിൽ. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന ഒരു വാക്കിനും വീട്ടിൽ പോയി ചോദിക്കൂ എന്ന പ്രതികരണത്തിനും എടുക്കുന്നത് ഏറെക്കുറെ ഒരേപോലെയുള്ള സമയമല്ലേ? അപ്പൊ അതിൽ ഔചിത്യവും അനൗചിത്യവും തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കാകില്ലേ? ഇല്ല, മുഖ്യമന്ത്രി അതിലെ അനൗചിത്യത്തെ സംബന്ധിച്ചും അങ്ങ് സൂചിപ്പിച്ച് ഈ പ്രതികരണം നടത്തിയ ബഹുമാന്യനായ വ്യക്തി അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണത്തിലെ ശരിയില്ലായ്മയെ സംബന്ധിച്ചും രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഇപ്പൊ പൊതുയോഗങ്ങളിൽ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചാണെങ്കിൽ അക്കാര്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും നിലവാരം കുറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് എന്ന് ആധികാരികമായി തന്നെ പറയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരുന്നു? ഏതോ ഒരു അങ്ങയുടെ തന്നെ വാചകം കടമെടുത്താൽ ഏതോ ഒരു നിസ്വനായ മനുഷ്യൻ, ഒരു സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു പടക്കം പൊട്ടിച്ചപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? പ്രസംഗിക്കാൻ അദ്ദേഹത്തിന്റെ സമയത്തിനെത്താത്തത് കൊണ്ട് കേൾക്കാതെ പോയതാണ്. അതൊക്കെ കോൺഗ്രസിനോടുള്ള ചോദ്യമല്ലേ? ഞാൻ കോൺഗ്രസിനോട് ചോദിച്ചു. ഞാൻ ഇപ്പൊ ചോദിച്ചത് CPM-നോടുള്ള ചോദ്യമാണ്. ചർച്ചയ്ക്ക് സമയത്തിനെത്താത്തത് ബോധപൂർവമായ ഒരു കാര്യത്തിന്റെ ഭാഗമല്ല. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തപ്പെടുകയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉള്ളത്. അങ്ങയോടുള്ള ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. എണ്ണം പറഞ്ഞ് ഞാൻ അങ്ങ് പറഞ്ഞത് എല്ലാം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ വിഷയത്തിനകത്ത് നിങ്ങൾ മുഖവിലക്കെടുക്കുന്ന വാചകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനൗചിത്യമായിരുന്നു.
ഈ വിഷയത്തിലെ അനൗചിത്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ഈ ചോദ്യകർത്താവായി നിങ്ങൾ പറയുന്ന സാധാരണക്കാരനായ പത്തനംതിട്ട സ്വദേശി തന്നെ അദ്ദേഹം ചോദിക്കേണ്ട ചോദ്യം ഉന്നയിച്ച സ്ഥലം ഇതൊക്കെ പ്രശ്നമായിരുന്നു എന്നും അത് അവിടെ വെച്ചായിരുന്നില്ല എന്നും അതിലെ അനൗചിത്യം തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും താനാണ് ആ കാര്യത്തിൽ തെറ്റുകാരനെന്നും അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ അദ്ദേഹം പറഞ്ഞതിലെ അനൗചിത്യത്തെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. അത് സമ്മതിച്ചു, അത് മുഖ്യമന്ത്രി പറഞ്ഞു, അത് അദ്ദേഹവും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിലെ അനൗചിത്യമോ? അദ്ദേഹം പറഞ്ഞതിലെ അനൗചിത്യവും സന്ദർഭവും സാഹചര്യവും ഒക്കെ മുഖ്യമന്ത്രിയും അദ്ദേഹവും പറഞ്ഞു. കറക്റ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിലെ അനൗചിത്യമോ? നാളെ നോക്കൂ, നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നതല്ലേ. പിണറായി അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ നാളെ അനൗചിത്യമായ ഒരാൾ ഇടപെടുകയാണെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെ മതിയോ? അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിശദീകരിച്ചില്ലേ. ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അതിനോട് ആനുപാതികമായ പ്രതികരണം തിരികെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഇന്ന് രാവിലെ നടത്തിയ വാക്കുകൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അനുപാതരഹിതമാണ്. ആനുപാതികം അത് അങ്ങയുടെ അഭിപ്രായ പ്രകടനം, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. വിയോജിച്ചുകൊണ്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അത് അങ്ങയുടെ മാത്രം അഭിപ്രായമാണെന്നതാണ് എന്റെ പ്രതികരണം. എന്റെ മാത്രം അഭിപ്രായമാണോ? ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികരണം ആ നിലയ്ക്കല്ലേ വന്നത്? CPM ഒഴികെ, CPM-ഉം CPI-യും ഒഴികെ, അല്ലെങ്കിൽ നിങ്ങളുടെ LDF-ലുള്ള ഘടകകക്ഷികൾ ഒഴികെ പ്രതിപക്ഷം വിമർശിച്ചില്ലേ? പ്രതിപക്ഷത്തിലെ നേതാക്കൾ എല്ലാവരും വിമർശിച്ചില്ലേ? പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഏത് വിമർശനത്തിന്റെ പിന്നിലും സുസംഘടിതമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് ചെറിയ അവസരത്തെയും വിനിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും രാഷ്ട്രീയം പറയാതെ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലൊരു പൊതുബോധ നിർമ്മാണം, പ്രതീതി നിർമ്മാണം നടത്തി ജനങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയുമോ? ആ പരീക്ഷണമാണ് നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇതൊരു അവസരമായി മാധ്യമങ്ങൾ മുഖാന്തരം വീണ് കിട്ടിയപ്പോൾ ആ അവസരത്തെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ, ദുഷ്ടലക്ഷ്യത്തോടുകൂടെ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഉപയോഗിച്ചു. അവരുടെ പ്രതികരണം എടുത്തു വെച്ചിട്ടായിരിക്കരുത് ഇത്തരത്തിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു വിഷയത്തിലെ ശരിതെറ്റുകളെ നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതിലെ ഔചിത്യവും അനൗചിത്യവും നോക്കൂ. ഇവിടെ എപ്പോഴും പറയുന്നത് ആ ചോദ്യം ഉയർത്തിയ ആളുടെ ഔചിത്യത്തെ കുറിച്ച് മാത്രമാണ്. നമുക്ക് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ എത്ര തിടുക്കമാണ്, എന്തൊരു മിടുക്കാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗത്തെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് നോക്കൂ. ജെയ്സി തോമസ് ചർച്ചയിലിരിക്കുമ്പോൾ റിജൽ മാക്കുറ്റി അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടാൽ അങ്ങ് പറയുമോ വീട്ടിൽ പോയി പറയൂന്ന്? റിജൽ മാക്കുറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങൊന്ന് ഇടപെട്ടാൽ റിജൽ മാക്കുറ്റി അങ്ങയോട് പറയുകയാണെന്ന് പറയുന്നത് വീട്ടിൽ പോയി ചോദിക്കുമെന്ന് അങ്ങ് അത് സമ്മതിച്ചു കൊടുക്കുമോ? അങ്ങ് എന്നോട് ഇടപെടാൻ പറയില്ലേ? ഇതൊക്കെ ഒരു പൊതുമര്യാദയല്ലേ? ഇപ്പോ അങ്ങനെ അങ്ങ് ഇത്തരത്തിലുള്ള ടെലിവിഷൻ സംവാദങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എത്രയോ കോൺഗ്രസ് RSS നേതാക്കന്മാർ ഇതിനേക്കാൾ മോശമായ പ്രതികരണം നമ്മുടെ സംവാദ മുറികളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതല്ലേ. ഞാനിപ്പോ അതിന്റെ എണ്ണമറ്റ വിശദാംശങ്ങളിലേക്കും ആ പരാമർശം നടത്തിയ ഞാൻ പറയുന്നു വിമർശിക്കാറുണ്ട്, തർക്കമില്ല, വിമർശിക്കാറുണ്ട്, സംശയമേതുമില്ല, വിമർശിക്കാറുണ്ട്. പക്ഷേ ഇതിന്റെ സാഹചര്യം അതാണോ? ഇതിന്റെ സാഹചര്യം ഒരിക്കലും അതല്ല. ഒരു പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു അനുഭാവിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന ഒരു സാധാരണക്കാരനും 10,000-കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സദസ്സിൽ ഒരു ചോദ്യോത്തര പങ്ക്തിക്കല്ല മുഖ്യമന്ത്രി വരുന്നതെന്ന് എല്ലാവർക്കും സുവിദിതമായ യാഥാർത്ഥ്യമാണ്. പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ആദരണീയനായ ഒരാൾ. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമമായ പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒരു സാധാരണക്കാരനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഔചിത്യ ബോധത്തെ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔചിത്യ ബോധത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമുക്കതിനെ വിമർശിക്കാൻ കഴിയാത്തത്? അത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നാത്തത്? അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഡിക്ഷണറിയും എടുത്ത ആളുകൾ പോകണമോ? അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഡിക്ഷണറി എടുത്ത ആളുകൾ പോകണമെന്ന് നമ്മളാരും ആവശ്യപ്പെട്ടില്ലല്ലോ. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ ആ ചെന്നു ചേരുന്ന സ്ഥലത്തിനനുസരിച്ചുള്ള ഔചിത്യബോധം മാന്യമാം വിധമുള്ളവരായിരിക്കണം. അത്രമാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങ് തൊട്ടു മുമ്പ് ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചല്ലോ കിടക്കുപുറത്ത് എന്ന പ്രയോഗം പറഞ്ഞിട്ടില്ല എന്ന്. എന്തുകൊണ്ട് മാധ്യമങ്ങളോടത് പറയേണ്ടതായിട്ട് വന്നു? നമ്മുടെ നാട്ടിൽ അത്യന്തം സംഘർഷപൂരിതമായ ഒരു സ്ഥലത്ത് അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധേയമായ നിലയിൽ ഒരു സമാധാന രൂപത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല. അവർക്ക് അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്ത് തങ്ങൾക്ക്
എന്റെ ഓർമ്മ ശരിയെങ്കിൽ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ചർച്ചയാണ്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന സതുദ്ദേശത്തോടുകൂടെ. അത് അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ അങ്ങയുടെ PCR ടീമിൽ ചോദിച്ചാൽ മതി. അങ്ങയുടെ സമക്ഷം ലഭ്യമായിരിക്കും. എനിക്കറിയാം അങ്ങേക്ക് പറയാനുള്ള പരിമിതിയാണ്. അത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും CPM-ഉം തമ്മിൽ നടത്തിയ ചർച്ച അല്ലേ? അവിടെ മാധ്യമങ്ങൾ വരരുത്, ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പകർത്തെടുത്ത് പുറത്തു പറയരുത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച നടന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞത്? വിളിക്കാതെയും പറയാതെയുമാണോ? അത് ആരാണ് വിളിച്ചതെന്ന് അങ്ങേക്ക് അറിവില്ലായ്മയാണോ? ആ ചർച്ച പുറത്തു വരാതിരിക്കാനുള്ള കപട രോഷപ്രകടനമായിരുന്നു അതെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അഭിപ്രായമായി കണ്ടെങ്കിൽ അതിന് ബഹുമാനിക്കുമോ? അതായത് അല്ല, അങ്ങേക്ക് എന്താ അഭിപ്രായം പറയാം. ഞാൻ ബഹുമാനത്തോടു കൂടെ തന്നെ വിയോജിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ കാര്യത്തിൽ അങ്ങ് അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം വിയോജിപ്പോടുകൂടെ ഞാൻ അങ്ങേക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഞാൻ അതിനെ സ്വീകരിക്കും. തർക്കവേദമില്ല. ഞാനിപ്പോ തൊട്ടുമുമ്പ് ഈ കടക്കുപുറത്ത് പ്രയോഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ കാരണം എന്താണ്? മാധ്യമങ്ങളുടെ സാന്നിധ്യം ക്ഷണിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് അവർ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതാകെ എടുത്തു വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അതേ സമാനമാണ് ഈ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഒരു പൊതുയോഗത്തിൽ, എല്ലാവരും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും എത്തുന്ന ഒരു പൊതുയോഗത്തിൽ, ആ സ്ഥലത്ത് ആ പൊതുയോഗത്തിന്റെ മാനകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, വിരുദ്ധമായി, അതിന്റെ ഒരു ഡെക്കോറത്തിന് വ്യത്യസ്തമായി ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആ യോഗത്തിന്റെ അന്തരീക്ഷം പാടെ തകർക്കപ്പെടുകയാണ്. ശേഷം അങ്ങയിലേക്ക് വരാം. ഇനി അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഇപ്പോൾ ഇത് അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകണം എന്ന് പോലും അല്ല പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇന്നു പറഞ്ഞതുപോലെ തന്നെ അതിൽ ഔചിത്യം ഉണ്ടാകുമായിരുന്നു എന്ന് അന്നും പറഞ്ഞേനെ. കടക്കുപുറത്ത് എന്നാണ് ഇതേപോലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ അതേ രീതിയിൽ അന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു എന്ന ഇടത്താണ് അതിലെ അനൗചിത്യവും അന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്നൊന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങയോടല്ല, പ്രേക്ഷകർ. Debate with Madhu Saji.